ഒരു പഴയ കാല ചായപ്പലഹാരമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. കുറേ പേർക്ക് അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇതിന് നമുക്ക് മെയിൻ ആയിട്ടും നേന്ത്രപ്പഴമാണ് വേണ്ടത്. ഒരു പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ട് അതിന്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ മറ്റോ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ പഴം നമ്മൾ ഇതേപോലെ നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം നമ്മൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ട് അതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രം നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ബാക്കി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ കുറച്ച് ശർക്കര പാനിയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരച്ച് ശർക്കര എടുത്തിട്ട് അതിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽട്ടാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ഇളം ചൂട് ഉണ്ടായാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ നല്ലോണം കലക്കിയെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇത് കുറച്ച് ലൂസായിട്ടാണ് ഉള്ളത്, അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള ഗോതമ്പ് പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പൊ ഇതാ ഈ ഒരു കട്ടിയിലാണ് നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. ഇനി നമ്മൾ ഒരു ദോശക്കല്ല് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഗീയോ അല്ലെങ്കിൽ ഓയിലോ മറ്റോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് മാവ് കയ്യിലെടുത്തിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുക. ഇതിന് കൈപ്പത്തിരി എന്നാണ് കേട്ടോ പറയാ. പണ്ട് കാലത്തെ ഉള്ള ഒരു സ്നാക്കിന്റെ റെസിപ്പിയാണ്. ഇതിങ്ങനെ ശർക്കരപ്പാനി ചേർത്തിട്ട് മാത്രമല്ല, അതിന് പകരം വേണമെങ്കിൽ ഷുഗർ ചേർത്തിട്ട് നമുക്ക് ഇതേപോലെ തന്നെ റെഡിയാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഓട്ടിലേക്ക് ഇതുപോലെ കുറച്ച് മാവ് ഇട്ടിട്ട് പരത്തിയതിന് ശേഷം കുറച്ച് സമയം കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് രണ്ട് സൈഡും തിരിച്ചു മറിച്ചിലിട്ടിട്ട് ഇതുപോലെയാണ് നമ്മൾ ഫ്രൈ ആക്കിയിട്ട് എടുക്കേണ്ടത്. ഇതിന്റെ പുറം ഭാഗം ഇതുപോലെ ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ഒക്കെ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ചായന്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ.